പന്തിയിൽ പക്ഷപാതം പാടില്ലെന്നാ? അതെ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കിടന്നിട്ടുള്ളല്ലേ ഭാമേ? എന്റെ രാഘവേട്ട അന്ന് മുറികളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? എല്ലാ മുറികളിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ട് കൊതുകടിയും കൊണ്ട് ഈ താഴെയൊക്കെ വന്ന് കിടക്കണമെന്ന് പറയുമ്പോ വിഷ്ണുട്ടാ സത്യമയ്ക്ക് കിടക്ക കൊണ്ടുവന്ന് ഇട്ട് കൊടുക്ക. അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ കിടക്കയില് ഞങ്ങളും കിടക്കും, അല്ലേ സത്യ? അതെ അതെ, സത്യാമ്മയുടെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ രണ്ടുപേരോട് കിടക്കും. എന്റെ ദൈവമേ, എനിക്ക് കിടക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അതെ, ഞാൻ ഇപ്പായി കിടന്നാലും വേണ്ടില്ല. ഇവള് പറഞ്ഞ നടുക്കെന്നെ കിടത്തല്ലേ. ഇവള് പറഞ്ഞ ചവിട്ട് കൊള്ളാൻ എനിക്ക് വയ്യ. അതെ, ആ തെറ്റത്ത് കിടന്നാ മതി. ഞാൻ ഈ അറ്റത്ത് കിടക്കാണേ. ഇനി എന്നെ ആരും വിളിച്ച് ശല്യം ചെയ്തേക്കരുത്. രാഘവേട്ട കിടക്കുന്നില്ലേ? ഇരുന്ന് നേരം വെളുപ്പിക്കാനായിട്ടാണോ പരിപാടി? ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്. ഓരോരുത്തരുടെ ആഗ്രഹമില്ലയോ? ഞാൻ പിടിക്കാം. കിടന്നു കിടന്നു. വടി. അയ്യോ, അപ്പഴേ ഇനി എല്ലാരും കിടന്നോ. പിന്നെ മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ ആവാട്ടോ. എന്ന് വെച്ചാ കൂർക്കമലയുടെ കാര്യം ഉദ്ദേശിച്ചതേ. ശ്യാമേ, വിഷ്ണുട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ 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 അതെ, എനിക്കെന്തിനും കുഴപ്പമുണ്ടോന്നല്ലേ അതല്ലേ ചോദിക്കാൻ വന്നേ. എടോ, തനിക്കറിയോ ഇങ്ങനെ ഞാൻ കിടക്കുമ്പോഴേ ഞാൻ കാണുന്ന എന്റെ കുട്ടിക്കാലോ. അച്ഛന്റെ അമ്മയുടെയും നടുക്ക് അടിയിടിയും വഴക്കൊക്കെ ആയിട്ടുള്ള വഴക്കാളികളായിട്ടുള്ള രണ്ട് കുട്ടികള്, ഞാനും പ്രീതി. ഈ അച്ഛണ്ടല്ലോ ഞങ്ങളെ തല്ലാൻ വേണ്ടിട്ട് ചൂരില് വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ തല്ലിയിട്ടില്ല. കാണിക്കും പക്ഷെ, അല്ല ചാ. ഒരു പ്രാവശ്യം അമ്മ എന്നാ വടിയെടുത്ത് തല്ലി. എന്തോ പ്രീതിനെന്തോ വികൃതി കാണിച്ചേനാ. അല്ല, അവളും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ, ഞാൻ മാത്രല്ല. എന്തായിരുന്നു ആ പെണ്ണെന്നെ മണ്ണെടുത്തെറിഞ്ഞെന്നേ. അപ്പൊ ഞാനീ ചിരട്ടയും കൊണ്ടൊക്കെ ഒരു തരം ത്രാസൊക്കെ ഉണ്ടായി കളിക്കില്ലേ, അതെടുത്തിട്ട് ഞാൻ മെല്ലെ അവളൊന്ന് അടിച്ചു. അവളുടെ ചെറുതായിട്ട് നെറ്റി പൊട്ടി. ഓ, അമ്മയുണ്ടല്ലോ ഈ ഇരിക്കണ അമ്മ, അന്ന് എന്നെ പുതിര തല്ലി. അമ്മ ഓർക്കണ്ട? അന്ന് നീ വീടിന്റെ പുറകുവശത്ത് പോയിരുന്നേ അച്ഛൻ വരുന്നത് വരെ കരഞ്ഞു. മോളെ, ഇവനെ ഞാനുണ്ടാക്കിയ ചോറൊന്നും കഴിച്ചില്ല. ഇന്നിവിടെ കുട്ടികൾ വാശി പിടിച്ചിരുന്നപ്പോ എനിക്ക് അതാ ഓർമ്മ വന്ന്. ഇന്നവും വന്നതുപോലെ ക്രിസ്മസ് അപ്പനായിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ഏതാണ്ടൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നത്. പക്ഷെ ഇവൻ വാശിയുടെ പുറത്തൊക്കെ നിന്ന്. പിന്നെ പ്രീതിയെ വിളിച്ച് ശാസിച്ചതിന് ശേഷമാ ഇവ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചത്. അപ്പൊ ചെറുപ്പത്തിലേ ഉണ്ട് വാശിയല്ലേ? പിന്നെ കൊള്ളാം. അങ്ങനെ ഒരു വാശിയിലായിരുന്നല്ലോ തന്നെ കണ്ടപ്പോഴും. എന്നാ പിന്നെ ഉറങ്ങിയേക്കാം. ഉറങ്ങിക്കോ, ഞാനിങ്ങനെ തന്നെ നോക്കി തന്നെ കിടന്നോളാം, തന്റെ ഉറക്കം കണ്ടോണ്ട്.
കുഴപ്പമാണ് വിഷ്ണു. നമുക്ക് ഒട്ടും വൈകാതെ ട്രീറ്റ്മെന്റ് തുടങ്ങണം.